ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ മട്ടൻ കറിയാണ്. നല്ല ചൂട് പൊറോട്ടയോടൊപ്പം, നെയ്ച്ചോറിനൊപ്പം, സാദാ ചോറിനൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറി. സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായിട്ട് 1 കിലോ മട്ടനാണ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ചതയ്ക്കാനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, തൊണ്ടൻമുളക്, ചെറിയ ഉള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായിട്ട് ഞാൻ കുക്കറിലാണ് ഇപ്പോൾ മട്ടൻ കറി വെക്കുന്നത്. പിന്നെ കുക്കർ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നാടൻ കറികൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ആയിരിക്കും ഇച്ചിരിക്കൂടി ടേസ്റ്റ് ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവറും യൂസ് ചെയ്യാം. ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ നമ്മുടെ വയനയില, 1 ടീസ്പൂൺ പെരുംജീരകവും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതൊന്ന് നല്ലതുപോലെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്കറിയാമല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു 5 സവാളയാണ്, ഒരു മീഡിയം സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കനം കുറച്ചരിഞ്ഞ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വാടി വരുന്നത് വരെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി, അതും കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് വഴണ്ടി വരുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതുപോലെ ഒരു പാകം ആകുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാ മിക്സും ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് ഇനി പൊടികൾ ചേർക്കണം. നമ്മൾ മട്ടൻ ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കും. അതിന് വേണ്ടിയിട്ടുള്ള പൊടികളാണ് ആദ്യം മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. ഇത്രയും പൊടികളാണ് ആദ്യം ഞാൻ ചേർക്കുന്നത്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ വെള്ളമൊക്കെ വാർത്ത് വെച്ചിരിക്കുന്ന മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇത് ഏകദേശം 1 കിലോ മട്ടനുണ്ട്. ഇതെനിക്ക് കിട്ടിയിട്ടുള്ള നല്ല ഇളം ഇറച്ചിയാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു 2 വിസിൽ കഴിഞ്ഞപ്പോഴത്തേക്കും 2 വിസിൽ ആയപ്പോൾ തന്നെ നമ്മുടെ മട്ടൻ കുക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തത്. ഇച്ചിരി മുട്ടനായിട്ടുള്ള മട്ടനാണെങ്കിൽ ചിലപ്പം 5-6 വിസിൽ വേണ്ടി വന്നേക്കാം. എന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, ചൂടുവെള്ളം. ഒരല്പം ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറൊക്കെ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതവിടെ വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മട്ടൻ കറിയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് ഇനി അടുത്ത് ഇടാനുള്ളത്. ഇവിടെ ഞാൻ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. ഒരു 6 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തീയൊന്ന് കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിലും മട്ടൻ വേവിക്കുന്ന സമയത്ത് പൊടികളിടാം. പക്ഷേ ഇങ്ങനെ വറുത്തിട്ട് ഇടുമ്പോഴത്തേക്കും നമ്മൾ കറിക്ക് നല്ലൊരു ഡാർക്ക് കളറും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ഇവിടെ ഞാൻ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. നമ്മൾ മട്ടനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ 1/2 കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ, പക്ഷെ നല്ലതുപോലെ വെള്ളം വന്നിട്ടുണ്ട്. മട്ടനിൽ നിന്നും നന്നായി വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന ഈ പൊടികളും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 5 മിനിറ്റെങ്കിലും അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കണം. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞ് മട്ടൻ കറിയൊക്കെ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. മട്ടൻ്റെ പാകം അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വേവ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.